ഡിഫൻസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി. ചില ആളുകൾക്ക്, ചില പുരുഷന്മാർക്ക് കല്യാണം കഴിഞ്ഞ് ഒരു 10-15 വർഷമൊക്കെ ആയിക്കഴിഞ്ഞാൽ തൻ്റെ ഭാര്യ അത്ര പോരാ എന്ന ഒരു ചിന്തയിലേക്ക് എത്തുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതായത് ഭാര്യയുടെ ഷേപ്പ് പോരാ, ഭാര്യയുടെ തടി അങ്ങനെ ആയിട്ടുണ്ട്, ഭാര്യയുടെ രൂപം ഇങ്ങനെ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തെരുവിൽ കാണുന്ന 18-19-20 വയസ്സുള്ള പെൺപിള്ളേരെ ചൂണ്ടിക്കാണിച്ചിട്ട്, അല്ലെങ്കിൽ ഏതൊക്കെയോ ടി വിയിലൊക്കെ കാണുന്ന ലേഡീസിനൊക്കെ ചൂണ്ടിക്കാണിച്ച് അവരിപ്പോഴും അങ്ങനെ തന്നെ നിൽക്കും. നീ ഇങ്ങനെയാണ്, നീ ഒരു തള്ളയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഭാര്യയെ കളിയാക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഞാനൊരു രണ്ടാമതൊരു കല്യാണം കൂടെ കഴിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ചവരുമുണ്ട്, കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ഭാര്യയെ മെൻ്റലി വല്ലാതെ ഇൻസൾട്ട് ചെയ്യുന്ന പുരുഷന്മാരെ കണ്ടിട്ടുണ്ട്. അതായത് ആ സ്ത്രീ, ആ ഭാര്യ എന്ന് പറയുന്ന ആ സ്ത്രീ കല്യാണം കഴിഞ്ഞു, 1, 2, 3 കുട്ടികളെ ഗർഭം ചുമന്നു, ആ കുട്ടികളെ പ്രസവിച്ചു, ആ കുട്ടികൾക്ക് 2 വർഷക്കാലം ഫീഡ് ചെയ്തു. ഈ ഭർത്താവിനും ഈ മക്കൾക്കും ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്കും ആ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപാട് സേവനങ്ങൾ ചെയ്തു കൊടുത്തു, ഭക്ഷണം ഉണ്ടാക്കി, അവിടെ അലക്കി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ആ 15 വർഷക്കാലം ഈ ഭർത്താവിൻ്റെയും മക്കളുടെയും പാരൻസിൻ്റെയും സേവനത്തിലായിരുന്നു ആ സ്ത്രീ. അതുകൊണ്ടാണ് ഈ ഷേപ്പൊക്കെ മാറിയത്. പ്രസവിച്ചാൽ ഷേപ്പ് മാറും, ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷേപ്പ് മാറും. കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് സ്ത്രീകളുടെ ഇത്തരം പല കാര്യങ്ങളും മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ ശരിക്കും ആ വന്ന സമയത്ത് ആ ഭാര്യ എങ്ങനെ ഉണ്ടായിരുന്നത്, ആ അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ മാറാനുണ്ടായ കാരണം ഈ സേവനങ്ങളാണ്, ഇത്തരത്തിലുള്ള ജൈവികമായ ചില മാറ്റങ്ങളാണ്. സ്ത്രീകൾ ചില എക്സസൈസുകളും ഡയറ്റും അതുപോലെ കൃത്യമായ റെസ്റ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ശരീരത്തിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് കൂട്ടത്തിൽ ഞാൻ പറയുന്നു. പുരുഷന്മാരോട് പറയുന്ന കാര്യം, എന്തൊക്കെ സംഭവിച്ചാലും അവർ നമ്മുടെ ഭാര്യയാണ്. നിശ്ചിത കാലം കഴിയുമ്പോൾ ഒരു പക്ഷേ പുരുഷൻ ജിമ്മിലൊക്കെ പോയി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു പക്ഷേ കുറേയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരു പക്ഷേ സ്ത്രീകൾക്ക് അത്രമാത്രം അത് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. പിന്നെ ഓരോ നാട്ടിലെ സ്ത്രീകൾക്കും ആ നാടിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകമായ ശാരീരികമായ പ്രകൃതം ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരിക്കലും അവരെ വേദനിപ്പിക്കാൻ പാടില്ല. എന്നിട്ട് വേറെ നിന്നിട്ട് സെക്സിൻ്റെ സമയങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള സമയങ്ങൾ റൊമാൻറ്റിക്കായിട്ടിരിക്കുമല്ലോ, ഇതൊക്കെ എന്താ ആകെ ചാടിപ്പോയിരിക്കുന്നല്ലോ, ഇതൊക്കെ അങ്ങനെയാണല്ലോ, ഒരുമാതിരി അവസ്ഥയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന ആളുകളുണ്ട്. ഇതിൻ്റെ പേരിൽ ടെൻഷൻ അനുഭവിച്ചിട്ട് ഭർത്താവാണെങ്കിൽ അപ്പോഴും പുതിയ പെൺകുട്ടികളെ കാണുമ്പോൾ നോക്കിയിരിക്കുന്ന മാനസികാവസ്ഥ, ഇതെല്ലാം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച്, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വലിയ മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ആ സ്ത്രീ സഹിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തനിക്കും കുടുംബത്തിനും വേണ്ടിയാണ് എന്ന ചിന്തയോട് കൂടെ എത്ര വയസ്സായാലും എങ്ങനെയൊക്കെ തടിയിൽ വ്യത്യാസങ്ങളുണ്ടായാലും ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ ആളുകൾക്കും സാധിക്കേണ്ടതുണ്ട്. മറ്റു വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.